ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഞാൻ നിങ്ങളുടെ ഷാലു വിനു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ നല്ല കിടുക്കാഴ്ച ഒരു ഫേസ് പാക്ക് ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് നമുക്ക് നല്ല ഒരു ഫേസിലെ എഫക്ട് വരുന്ന, നല്ല ഗ്ലോ തരുന്ന, സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കി വെക്കുന്ന, സോഫ്റ്റ് ആക്കി വെക്കുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആണിത്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ബട്ട് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ബനാനയാണ്. സോ നമ്മുടെ വീട്ടിലുള്ള ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് ചെയ്യുന്നതെന്നും ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും അതേപോലെ തന്നെ ഇത് എത്ര നേരം നമ്മൾ ഫേസിൽ വെക്കണമെന്നും ഇതിനിടയ്ക്കുള്ള ചെറിയ ചെറിയ കുട്ടി കുട്ടി ടിപ്സും ട്രിക്സും ഒക്കെ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മുടെ ഈ ഫേസ് പാക്കിൽ 5 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഈ 5 ഇൻഗ്രീഡിയൻസും നമ്മളുടെ സ്കിന്നിന് അടിപൊളിയായിട്ടുള്ള കുറേ ഗുണങ്ങൾ തരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ബനാന പേസ്റ്റ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പഴമായാലും ഏത് ബനാന വേണമെങ്കിലും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ആൻഡ് അങ്ങനെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബനാന ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഈ ബനാന എന്ന് പറയുന്നത് അറിയാം, നമുക്ക് ഫുൾ ഓഫ് പൊട്ടാഷ്യം ആണ്, വൈറ്റമിൻ എ ഉണ്ട്. അപ്പൊ ഈ പൊട്ടാഷ്യവും വൈറ്റമിൻ എയും ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഡ്രൈ ആയിട്ടുള്ള പാച്ചി ആയിട്ടുള്ള സെൽസും ഡെഡ് സെൽസും ഒക്കെ മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഒരു എന്താ പറയുക സ്കിൻ നമുക്ക് തരും. അതേപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിന് തരുന്നതാണ് ഈ ബനാന. കഴിക്കാൻ മാത്രമല്ല ഫേസ് പാക്കിനും അതെ ഹെയർ പാക്കിനും ഒക്കെ നല്ലതാണ് ബനാന. അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ്. സോ ഈ തൈര് എന്ന് പറയുമ്പോൾ നമ്മളിത് 1 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈര് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. സോ ഈ കേർഡ് നമ്മൾ 1 ടേബിൾ സ്പൂൺ കേർഡ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കേർഡ് എന്ന് പറയുന്ന അറിയാലോ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ്. അതേപോലെ തന്നെ നമുക്കിത് നല്ലൊരു ഹൈഡ്രേഷൻ നമ്മുടെ ഫേസിൽ തരും. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ നമ്മുടെ ഫേസിന് തരുന്നതാണ് തൈര്. സോ ഞാനപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. സോ നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞു. ഇതിലെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് തേനാണ്. സോ ഹണി നമ്മൾ 1 ടേബിൾ സ്പൂൺ ഹണി ഇതിലേക്ക് ചേർക്കുകയാണ്. ഹണി എന്ന് പറയുന്നത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കും, നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കി വെക്കും നമ്മുടെ സ്കിന്നൊക്കെ. പെട്ടെന്നൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ തരും. ഇതിപ്പോൾ ജസ്റ്റ് തേൻ ഡെയിലി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് തേനും ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വീറ്റ് ഫ്ലോർ ആണ്. നമ്മുടെ സാധാരണ ആട്ടയില്ലേ, ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഏകദേശം ഇവിടെ 1 ടേബിൾ സ്പൂൺ എടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആട്ട വീറ്റ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. സോ ഈ വീറ്റ് ഫ്ലോർ ഇടുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീറ്റ് ഫ്ലോർ ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് നമ്മൾ ഇതിൽ ഇടുന്നത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാനിങ്ങിനൊക്കെ വളരെ നല്ലതാണ്. ലൈക്ക് സൺ ടാൻ ഒക്കെ മാറാനായിട്ട് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നമ്മളുടെ ഈ വീറ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫേസിനൊക്കെ പെട്ടെന്നൊരു ഗ്ലോ തരുകയും ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ കുറേ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യങ് ആയിട്ടൊരു സ്കിന്നിന് വേണ്ടിയിട്ട് ഏത് പാക്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ലാസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഈസ് ലെമൺ. സോ ഒരു 1/2 ലെമൺ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്ക് ലെമൺ സ്കിന്നിന് സ്യൂട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് റെഡിയാക്കാം കേട്ടോ. ചില സ്കിന്നിന് ലെമൺ തീരെ സെറ്റ് ആവില്ല, സ്യൂട്ട് ആവില്ല. സോ ആദ്യം തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു പാക്ക് ഇടാനായിട്ട്. എനിക്ക് സ്കിന്നിന് കുഴപ്പമൊന്നുമില്ല ലെമൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ലെമൺ ചേർക്കുന്നുണ്ട്. ലെമണിൽ ശരിക്കും കുറേ ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കുകയും ചെയ്യും, നല്ലൊരു ഗ്ലോ തരുകയും ചെയ്യും. അപ്പോൾ ലെമൺ അതുകൊണ്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മളിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പം ഇതിലുള്ള വീറ്റ് ഫ്ലോർ നമ്മുടെ ആട്ടയൊക്കെ ഇതിൽ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡായിട്ട് വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. സോ ഞാനിതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു പഴയ ഫൗണ്ടേഷൻ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. സോ ജസ്റ്റ് നമ്മുടെ ഫേസിലെല്ലാം നല്ലതുപോലെ ഒന്ന്
ഫേസിലും നെക്കിലും ഈവൻ കയ്യിലോ ബോഡി ഫുൾ വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ. സോ നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഞാൻ ഫേസ് പാക്ക് ഫുള്ളായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. ഈ പാക്ക് ഫേസിലും ഇട്ടിട്ടുണ്ട്, നെക്കിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ദെൻ നമുക്കിതൊരു 15 to 20 minutes അങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം. ആൻഡ് വേറെ മെയിൻ ആയിട്ടൊരു കാര്യം, ഇതെന്നല്ല ഏത് പാക്ക് നിങ്ങൾ ഫേസിൽ ഇട്ടെന്ന് പറഞ്ഞാലും പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങളോട് ഇത് പറയേണ്ടത് കൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. കാര്യം നമ്മൾ ഇതൊന്ന് ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് ഇത് ഡ്രൈ ആവുമ്പോൾ നമ്മുടെ സ്കിന്നും കുറച്ചൊന്ന് ടൈറ്റ് ആവും. ആ സമയത്തൊക്കെ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് അനങ്ങുകയാണെങ്കിലോ നമ്മൾ സംസാരിക്കുമ്പം ഇതൊക്കെ ബോൺസ് ഒക്കെ ഒന്ന് മൂവ് ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചുളിവൊക്കെ വരും, കുറച്ച് റിങ്കിൾസ് ഒക്കെ നമ്മുടെ ഫേസിൽ വരും. സോ മേക്ക് ഷുവർ യു ഡോണ്ട് ടോക്ക് when you have this face pack on. Okay, അപ്പോൾ നമുക്കിനി ഒരു 15 to 20 minutes ഇത് അങ്ങനെ വെക്കാം. then അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നല്ല കോൾഡ് വാട്ടറിൽ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യാം. സോ ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. സംസാരിക്കുന്ന കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഒരു പിടുത്തം ഉണ്ടെന്ന് ടൈറ്റ് ആവുന്നുണ്ട്. സോ നമുക്ക് പോയി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് കൈ രണ്ടും വെച്ചിട്ട് ലൈറ്റായിട്ട് ജെന്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം, കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് കൊടുത്ത് വേണം വാഷ് ചെയ്യാനായിട്ട്. സോ ഞാനൊന്ന് നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടവൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്യാം. ഒരുപാട് അങ്ങ് റബ്ബ് ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളം ഒന്നും ഒപ്പാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുത്താൽ മതിയാവും. സോ ഞാനിത് നല്ലതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ലേ? ഫസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ആൻഡ് നമുക്കിത് ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി 3 days അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇന്ന് അപ്ലൈ ചെയ്താൽ ഇനി 2 ദിവസം കൂടെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാനിങ് ഒക്കെ നല്ലപോലെ മാറും. നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിൽ വരും. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്, ഒന്നല്ല ചെറിയ 2 സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഐസ് ക്യൂബാണ് എടുക്കുന്നത്. ഐസ് ക്യൂബ് വെച്ചിട്ടൊരു ജെന്റിലായിട്ടൊരു മസാജ് നമ്മുടെ ഫേസിന് കൊടുക്കണം. ഞാൻ മോസ്റ്റ്ലി എല്ലാ ഫേസ് പാക്കിലും ഞാൻ പറയുന്ന ഒരു പോയിന്റ് തന്നെയാണിത്. നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തു എന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത്, അതിനുശേഷം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും. നല്ലൊരു മസാജ് നമ്മുടെ ഫേസിനും നെക്കിനും ഒക്കെ ഐസ് ക്യൂബ് വെച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഫേസിലും നെക്കിലുള്ള സ്കിന്നിലൊക്കെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അത് നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ബ്രൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ഐസ് ക്യൂബ് വെച്ചിട്ടുള്ള മസാജും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ കുറച്ച് പ്ലം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ ഗ്ലോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ ചിരിച്ച് കാണിക്കട്ടെ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്ലം ഫീല് നമ്മുടെ ഫേസിലുണ്ടാവും. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അലോവേര ജെല്ലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ അലോവേര ജെല്ല് കുറച്ച് നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്നത് പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് കൈ രണ്ടും വെച്ച് ഒന്ന് മസാജ് ചെയ്തിട്ട് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും ഈ ടൈമിൽ യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു മിനിറ്റ് നല്ലൊരു മസാജ് നമ്മുടെ ഫേസിനും നെക്കിനും കൊടുക്കുക. നമ്മൾ എവിടെയൊക്കെ പാക്ക് അപ്ലൈ ചെയ്തോ അവിടെയൊക്കെ കൊടുക്കുക. ആ ഒരു മസാജും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. നല്ലൊരു ഗ്ലോയും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ്സും നമ്മുടെ ഫേസിൽ വരുന്നുണ്ട്. ആ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ സൺ ടാൻ ഒക്കെ പോകുന്നതാണ് കേട്ടോ. ആ ഒരു ടാനിങ് മാറും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടും. പിന്നെ സൂപ്പറായിട്ടൊരു ഗ്ലോയും ഒരു സിൽക്കി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും പിന്നെ നമുക്ക് കിട്ടുക. സോ ഡെഫിനറ്റ്ലി ഇതെല്ലാവരും ട്രൈ ചെയ്യുക ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ കണ്ടിന്യൂസ്ലി 3 ദിവസം ഇത് ചെയ്യുന്നു എന്നുള്ളത്.
ആൻഡ് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എന്തായാലും നമുക്കിനി വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ.